ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ മിനിയാന്ന് ദിവസം ഞാനൊരു കൊല കാണിച്ചിട്ടേ, വാഴ മറിഞ്ഞു കൊണ്ട് വലിയൊരു കൊല. അപ്പം അതിനെ നമ്മൾ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് അത് വെച്ചിട്ടൊരു പഴംപൊരി ആക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. പോന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് പൊളിഞ്ഞു വീണ വാഴയിലത്തെ കൊല. ഇത് നന്നായി പഴുത്ത് വന്നിട്ടുണ്ട്. കാണാൻ വലിയതല്ലെങ്കിലും രസമുണ്ട്. അപ്പോൾ നമുക്കത് പഴംപൊരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനൊരു ബൗളിലേക്ക് ഇടാം. ഇത് പഴം വേണ്ട മൂപ്പത്താത്തത് കൊണ്ട് ഇതിന് വലിയ മധുരം ഉണ്ടാവില്ല. ഇല്ല, ഞാൻ കഴിച്ചു നോക്കി, മധുരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ പഴംപൊരി ആക്കുമ്പോൾ ചെറുതായിട്ടേ പഞ്ചസാര ഇടയില്ല, പക്ഷേ ഇതിന് കുറച്ച് അധികം തന്നെ ഇടണം, മധുരമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമുക്ക് ഇതായതിനു ശേഷം ഇതിപ്പോൾ കുറച്ച് ഉപ്പ് മതി. പഞ്ചസാര ഇടുമ്പോൾ നമുക്ക് ഒരു ഇതിൽ കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇനി മൂപ്പത്താത്തത് കൊണ്ട് പഴത്തിന് കളറും കുറവാണ്. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. ഇനിയിപ്പോൾ നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാര ഇടണം, അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടി മധുരം കിട്ടുള്ളൂ. പക്ഷെ മധുരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളപ്പിൽ തന്നെ ഉണ്ടാക്കി കൊലയായതുകൊണ്ട് നല്ല ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പഴംപൊരിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പഴംപൊരിക്കിൻ്റെ സെറ്റപ്പെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനൊന്ന് ബാറ്ററി തയ്യാറാക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ബാറ്ററി ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി എല്ലാം തയ്യാറാക്കി ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പഴമെല്ലാം മുറിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ തീമ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പഴം ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് ഒരു 4 പഴം എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ 4 പഴം ഇട്ടു. അതിനൊന്ന് മറിച്ചിട്ടെല്ലാം ഇട്ടിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയുള്ള പഴങ്ങളും എല്ലാം പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പഴംപൊരിയാണിത്. അപ്പോൾ ലാസ്റ്റ് ഞാനെല്ലാം ഒന്നിച്ചിട്ടത് കൊണ്ട് അതിലെ മൈദയുടെ കൂട്ടലും കൂടുതലായിപ്പോയി. അപ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിച്ചു. എന്നിരുന്നാലും സാരമില്ല, തണിയുമ്പോൾ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഴംപൊരിയും 2 ഗ്ലാസ് ചായയും കൂടിയുണ്ട്. അപ്പോൾ പഴംപൊരിയും ചായയും എല്ലാവരും എടുത്തോളും, കഴിച്ചോളും. എന്നിട്ട് വീഡിയോയ്ക്ക് സപ്പോർട്ട് കൂടി ചെയ്തോളും. കണ്ടില്ലേ, നമ്മുടെ പഴംപൊരിയും ചായയും എല്ലാവരും എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ മൂപ്പത്താത്ത പഴത്തിൻ്റെ പഴംപൊരി കണ്ടല്ലോ. മൂപ്പത്തീറ്റെങ്കിലും നമ്മളെ വളപ്പിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അതിൻ്റെതായൊരു ഇതുണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ചെയ്യണം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.